ഗസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ ഇസ്രായേൽ സൈന്യം മുൻ നിശ്ചയിച്ച പിൻവാങ്ങൽ മേഖലയിലേക്ക് മാറി. തിങ്കളാഴ്ച ബന്ദിമോചനം സാധ്യമാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. നാളെ ട്രംപ് പശ്ചിമേഷ്യയിലേക്ക് പോകും. ആയിരക്കണക്കിന് ആളുകൾ തെക്കൻ ഗസയിൽ നിന്ന് വടക്കൻ ഗസയിലേക്കുള്ള യാത്രയിലാണ്. തകർന്ന വീടുകളും കൊല്ലപ്പെട്ട ബന്ധുക്കളുടെ ഓർമ്മകളുമാണ് കാത്തിരിക്കുന്നതെങ്കിലും ജന്മനാട്ടിലേക്കുള്ള മടക്കയാത്രയുടെ സന്തോഷത്തിലാണ് പലസ്തീനികൾ. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ ഇസ്രായേൽ സൈന്യം മുൻ നിശ്ചയിക്കപ്പെട്ട പിൻവാങ്ങൽ രേഖയിലേക്ക് പിന്മാറി. ബന്ദിമോചനത്തിനായുള്ള 72 മണിക്കൂർ സമയപരിധി ആരംഭിച്ചു. ജീവിച്ചിരിക്കുന്ന 20 ബന്ദികളെയും 28 ബന്ദികളുടെ മൃതദേഹങ്ങളുമാണ് കൈമാറുക. പകരം 2000-ഓളം പലസ്തീൻ തടവുകാരെയും വിട്ടയക്കും. 5 ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പലസ്തീൻ നേതാവ് മർവാൻ ബർഗൌട്ടിയെ വിട്ടയക്കില്ലെന്ന് ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ചയോടെ ബന്ദിമോചനം സാധ്യമാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഞായറാഴ്ചയോടെ പശ്ചിമേഷ്യയിലേക്ക് ട്രംപ് പോകും. ഈജിപ്തിൽ നടക്കുന്ന വെടിനിർത്തൽ കരാർ ചടങ്ങിൽ പങ്കെടുക്കുന്ന ട്രംപ് ഇസ്രായേലി പാർലമെന്റിനെയും അഭിസംബോധന ചെയ്യും. അതിനിടെ ബന്ദിയാക്കപ്പെട്ട മുഴുവൻ പേരും തിരിച്ചെത്തില്ലെന്ന് ഇതാദ്യമായി ടെലിവിഷൻ സന്ദേശത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സൂചിപ്പിച്ചു. അതിനിടെ ഗസയുടെ ഭരണം വിദേശീയർ ഏറ്റെടുക്കുന്നത് അംഗീകരിക്കില്ലെന്ന് ഹമാസും പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് അടക്കമുള്ള സംഘടനകളും വ്യക്തമാക്കി. മാനുഷിക സഹായം വഹിച്ചുകൊണ്ടുള്ള 6000 ട്രക്കുകൾക്ക് പ്രവേശിക്കുന്നതിനായി ഗസയിലേക്കുള്ള എല്ലാ വഴികളും തുറക്കണമെന്ന് UN ഫോർ പലസ്തീൻ റെഫ്യൂജീസ് ആവശ്യപ്പെട്ടു. അതിനിടെ തെക്കൻ ലെബനനിലെ സിദോണിലെ ഹിസ്ബുള്ള കേന്ദ്രത്തിലേക്ക് ഇസ്രായേൽ കനത്ത ആക്രമണം നടത്തി. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.